ഹലോ, ഈ വർഷം ഈ ഫുഡ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ടൈമിലൊക്കെ കഴിച്ചതാണ്. പിന്നെ പ്ലാവ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാണ് കേട്ടോ, ചക്ക തന്നെ. പക്ഷേ ചക്കക്കൊരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൺഡേ സ്പെഷ്യലായിട്ട് ഇടിച്ചക്കത്തോരനാണേ. ഇത് നമ്മുടെ പ്ലാവല്ല, കിഴക്കേലെ ചിറ്റമ്മൻ്റെ പ്ലാവാണ്. എങ്കിലും കിഴക്കേലെ പ്ലാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാവ് പോലെ ആണല്ലോ. ഉള്ളതിൽ ഇടിച്ചക്കത്തോരന് പരുവായിട്ടുള്ള ഒരു ചക്ക നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇല വെച്ച് തന്നെ ഞാൻ കറയൊക്കെ തുടച്ച് കളയുന്നുണ്ട്. പണ്ട് ഈ വക സാധനങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കൊറോണ ടൈമിലാണ് ഈ ഇടിച്ചക്കത്തോരൻ, ചക്ക ചില്ലി അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്ക് മുറിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളയാം. എന്നിട്ടിത് ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലിപ്പമില്ലാത്ത പീസ് തന്നെ ആക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് വേവുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പരുവൊക്കെ ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മളിവിടെ പൊതുവേ വെള്ളം ഒഴിച്ച് വേവിക്കാറാണ് പതിവ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇഡലിക്കുട്ടകത്തിനകത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തും എടുക്കാൻ പറ്റും. അപ്പം കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഞാനതോടെ വേവിക്കാൻ വെച്ചു. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ജീരകം, കാന്താരി മുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനാണെന്ന്. ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത്. നേരത്തെ ടൈമിൽ നമ്മൾ കുരുമുളക് പൊടി ഇടാതാണ് തോരൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുരുമുളക് പൊടി ഇട്ട ടൈമിൽ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്പൂൺ വെച്ച് ഞാനിങ്ങനെ ഞെക്കി നോക്കുവാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചതച്ചെടുക്കണം. ഇങ്ങനെ ഇടിച്ചിത് ക്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് ഇടിച്ചക്ക എന്ന പേര് വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ ഇതിന് ഇടിച്ചക്ക എന്ന പേര് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാനും എന്തായാലും അമ്മിക്കല്ലിനകത്ത് വെച്ചിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്ത് ഇടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടേ. അപ്പം ഞാൻ ബാക്കിയിരുന്ന എല്ലാ ചക്കയും ഇങ്ങനെ ഇടിച്ചിടിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയത് നമുക്ക്. ഇനി നമുക്ക് തോരനുണ്ടാക്കാവേ. ചട്ടിയിലകത്തോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൻമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊച്ചുള്ളി ഇട്ടിട്ടില്ല. കൊച്ചുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് തേങ്ങ അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അരപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളമയമൊക്കെ പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം മാത്രമാണ് ചക്ക ഇട്ട് കൊടുക്കുന്നത്. ചക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പെല്ലാം ചക്കയ്ക്കകത്ത് പിടിക്കുന്ന രീതിയിൽ തന്നെ. അപ്പം നമ്മൾ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറി ഒഴിച്ച് കൊടുക്കുന്നത് ചെങ്കലവക്കറിയാണേ. പിന്നെ 2 മീൻവറുത്തയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഇടിച്ചക്കത്തോരൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഇടിച്ചക്കത്തോരന് മീൻവറുത്ത ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് കോവയ്ക്കാത്തോരനുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിക്കാൻ ഇന്ന് പുളിശ്ശേരി ആയിരുന്നേ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ ലഞ്ച്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.